യാതൊരു സംശയവും വേണ്ട 100 കണക്കിന് ഡോക്ടർമാർ അങ്ങനെ ഉള്ള ഘട്ടത്തിൽ വരാൻ തയ്യാറായി ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെട്ട പ്രശ്നം പരിഹരിക്കുമെന്ന് ഉള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങളത് നോക്കില്ല. പൊങ്കാലയിൽ ക്രൈസ്റ്റ് ഉണ്ടാവാതെ തന്നെ അവർ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം കൂടി ഞങ്ങൾ സ്റ്റാൻഡ് ബൈ നോക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യം വരുന്ന ഘട്ടത്തിൽ യാതൊരു സംശയവും വേണ്ട 100 കണക്കിന് ഡോക്ടർമാർ അങ്ങനെ ഉള്ള ഘട്ടത്തിൽ വരാൻ തയ്യാറായി ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെട്ട പ്രശ്നം പരിഹരിക്കുമെന്ന് ഉള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങളത് നോക്കില്ല. പക്ഷേ ഞാനിപ്പം സ്ഥാപനങ്ങളുടെ പേര് പറയുന്നില്ല. തിരുവനന്തപുരത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും അവരുടെ ക്ലിനിക് സൗകര്യം ഉൾപ്പെടെ അവരുടെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് 100 കണക്കിന് ഡോക്ടർമാർ വരാൻ തയ്യാറാണ്. തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രമായി തൊട്ടടുത്തുള്ള ആറ്റുകാൽ ആശുപത്രിയിൽ നിന്നുൾപ്പെടെ ഇന്ന് വിളിച്ചപ്പോൾ ഇന്ന് ഏകദേശം ഒരു 100 ഡോക്ടർമാരെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ആറ്റുകാൽ ഹോസ്പിറ്റലിൽ തന്നെ തയ്യാറാണ്. 100 ഡോക്ടർമാർ തയ്യാറായിട്ടുണ്ട്. അവരുടെ 8 പോസ്റ്റ് ഇതൊക്കെ ഉണ്ട്. അവിടെ ക്യാമ്പൊക്കെ അവിടെ നടക്കുന്നുണ്ട്. 100 ഡോക്ടർമാരെ ആറ്റുകാൽ ആശുപത്രി തന്നെ ആവശ്യമായ ഘട്ടത്തിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തുനിന്നും തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുനിന്ന് എറണാകുളം ജില്ലയിൽ നിന്നുൾപ്പെടെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഉൾപ്പെടെ ആവശ്യമാണെങ്കിൽ സഹായിക്കാമെന്ന് മേയർ ഇങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു പ്ലാൻ ബി ആലോചിച്ചിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ നടക്കുന്നുണ്ടല്ലോ, എല്ലാ പരിശോധനയും നടക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകൾ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. കൂടുതൽ ആവശ്യമാണെന്നുള്ള ഘട്ടത്തിൽ ചെയ്യാം. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് ആണ്. ശ്രദ്ധയപ്പെട്ടിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് അയച്ചതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ വിവരണം എല്ലാം കണ്ടിരുന്നു. അത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടാണത്. അതിൽ ക്ഷേത്രത്തിനാണ് അവിടെ അവകാശപ്പെട്ടത്. അവരാണ് അതിൻ്റെ വർക്കും ആക്ടിവിറ്റിയൊക്കെ ചെയ്യേണ്ടത്. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടെ കോർപ്പറേഷൻ കൊണ്ട് വെള്ളം ഒഴിച്ചതോ കോർപ്പറേഷൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ല. അത് നോക്കണം. നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലത്ത് അവർ കൺസ്ട്രക്ഷൻ നടത്തിയപ്പോൾ ഉണ്ടായതാണ്. അല്ല കോർപ്പറേഷൻ്റെ ഒന്നോ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒഴുകുന്നില്ല. ഞാൻ ഭരണ സംവിധാനം വഴി എടുത്ത കണക്ക് ആണെങ്കിൽ പറയാം, 2000 പേർക്ക് ഇപ്പോൾ ഭൂമി ലഭ്യമായി, ഡോക്യുമെൻറ്റ്സൊക്കെ റെഡിയായി, വീട് കിട്ടാൻ അർഹതയായിട്ടുള്ള രേഖകളൊക്കെ തയ്യാറായവരുണ്ട്. ഇനി രാഷ്ട്രീയമായി എടുത്തൊരു കണക്ക് പറയാം. 20,000 പേർക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ വീട് കിട്ടേണ്ടതായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിലെ ഡിഫറൻസ് മനസ്സിലാക്കാണല്ലോ. അതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും കോർപ്പറേഷൻ്റെയും വിഹിതം ഉപയോഗിച്ച് സ്ഥലം ലഭ്യമായവരാണ് 2000 പേര്. ഞങ്ങൾ സംഘടനാപരമായി എടുത്തൊരു കണക്കനുസരിച്ച് ഒരു വാർഡിൽ ശരാശരി 200 പേർക്ക് വീട് ഇല്ല. ചിലർക്ക് സ്ഥലമുണ്ട്, വീടില്ല. ചിലർക്ക് സ്ഥലവും വീടും ഇല്ല. ഈ കണക്കിൽ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അങ്ങനെ വന്നാൽ 101 വാർഡിലും കൂടി ഒരു 20,000 പേർക്ക് ഉദ്ദേശം വീട് കാണില്ലെന്നുള്ളതാണ്. ഇത് ഭരണ സംവിധാനത്തിലൂടെ എടുത്ത കണക്കല്ല. അതുകൊണ്ട് അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കോർപ്പറേഷൻ്റെ സിസ്റ്റം വഴി എടുത്തപ്പോൾ 2000 പേര് ഇതിൽ 2000 പേര് ഇപ്പോൾ ഭൂമി ലഭ്യമായി, അവരുടെ ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറായിട്ടുണ്ട്. അടുത്ത എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടിൻ്റെ പണം കൊടുക്കാൻ പറ്റും. പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് PMAY-യുടെ ലോഗോ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വയ്ക്കാം, കേരളം തയ്യാറല്ല എന്നുള്ള നിലപാടെടുത്തതുകൊണ്ടാണ് കേരളത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ അതിലൊരു അപകടം എന്താണെന്നറിയോ? കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വീട് വയ്ക്കാനായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലും വിഹിതം കൊടുക്കാനുണ്ട്, കോർപ്പറേഷൻ്റെ കയ്യിലും പണമുണ്ട്. അപ്പോൾ ഈ 3 ഭരണകൂടങ്ങളുടെ കയ്യിലും കോടിക്കണക്കിന് രൂപ ഖജനാവിൽ കിടക്കുമ്പോഴാണ് ഒരു ലോഗോ വയ്ക്കുന്നതിലുള്ള ഒരു ചർച്ചയുടെ അഭാവം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് കിട്ടാതെ വരുന്നു. ആലോചിച്ച് നോക്ക്. മേയറായതിനു ശേഷം വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ സാധാരണക്കാരായ ജനങ്ങളെ കോർപ്പറേഷനിൽ കാണുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ദിവസം ഏറെക്കുറെ എല്ലാ ദിവസവും നിരവധി ആൾക്കാർ വരുന്നുണ്ട്. അതിലൊരു 30 മുതൽ 40% പേര് നിങ്ങൾ തന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ വന്നാലറിയാം വീടില്ലാത്തവരാണ്. അവരൊക്കെ തന്നെ സ്റ്റെയർ കേസ് കയറി നടക്കാൻ പോലും പറ്റാത്തവരിവിടെ വന്നിരുന്നിട്ട് ഒരു അപേക്ഷ തരുന്നത്, ഞങ്ങൾക്ക് സ്ഥലം കിട്ടി, വീട് കിട്ടുന്നില്ല. എത്ര ദിവസം അവരോട് ഒഴിവ് പറയും? അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ഭരണസമിതി തീരുമാനിച്ചത് ഒരു ലോഗോ വയ്ക്കുന്നതിൻ്റെ തർക്കം കയറി. ഇതിൽ പലരും സ്ഥലം കിട്ടിയവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, മക്കളാണ് വരുന്നത്. ഇനി അവർക്ക് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് മാറ്റി എടുക്കാൻ എത്ര സമയം എടുക്കും? അപ്പം ഞങ്ങൾ ആലോചിച്ച് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാ രേഖകളും തയ്യാറായിട്ടുള്ളവർക്ക് 2000 പേർക്ക് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കും. പക്ഷേ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പദ്ധതി മുടക്കം വരാൻ പാടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് PMAY. ആ പദ്ധതി അതുപോലെ കോർപ്പറേഷൻ നടപ്പിലാക്കാൻ നിയമപരമായിട്ടുള്ള പരിമിതികൾ ഉണ്ടായേക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ പദ്ധതിയാണ് PMBY.
എന്തേ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് പറയാം. എന്തായാലും വീട് കൊടുക്കാൻ തീരുമാനിച്ചു. അല്ല അതൊന്നും അല്ല, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതൊന്നുമല്ല വിഷയം. ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം ഈ 2000 പേർക്ക് വീട് കൊടുക്കണം. അഡീഷണൽ താങ്കൾ ചോദിച്ച ഉത്തരം ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് പറയാം എന്ത് ചെയ്യണം അക്കാര്യങ്ങളിൽ. ഒരു മിനിറ്റ്. ഈ വീടിൻ്റെ കാര്യത്തിൽ ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാതൃകാപരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ആശയം ഞങ്ങളിവിടെ നടപ്പിലാക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരു ലോഗോ വയ്ക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള തർക്കത്തിൽ സംസ്ഥാന സർക്കാർ അർഹരായ ജനങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് പണം, ജനങ്ങളുടെ പൈസ കിടക്കുകയാണ് 3 ഭരണസമിതിയുടെ അക്കൗണ്ടിൽ, അത് വാങ്ങിക്കൊടുക്കുന്നില്ല. ഇത് തന്നെയാണ് PM-ശ്രീയുടെ കാര്യത്തിലും പറ്റിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് മികച്ച വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം നിഷേധിക്കുന്നത്. അതിന് ഈ ഭരണസമിതി ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു കോർപ്പറേഷനാണ് ഞങ്ങൾ, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ ചെയ്യും.